ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം. നമുക്കറിയാം, ഗ്ലാസ് ഒക്കെ നമ്മൾ ഒന്നിന്റെ മുകളിൽ ഒന്നൊക്കെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് കുടുങ്ങിപ്പോവും. പൊട്ടുന്ന ഗ്ലാസ്സുകളൊക്കെയാണ് ഇങ്ങനെ കുടുങ്ങിപ്പോയതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. അങ്ങനെ കുടുങ്ങിപ്പോയ 2 ഗ്ലാസ്സുകൾ പൊട്ടാതെ എടുക്കാനുള്ള ഒരു ടിപ്പാണിത്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ അത് താനെ അടർന്നു പോരും. ഇതാക്കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഗ്ലാസ്സുകൾ കുടുങ്ങുമ്പോൾ ദേഷ്യം പിടിച്ച് പെട്ടെന്ന് വലിക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വേറിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. നമുക്കറിയാം, ഈ ചെറിയ മിക്സി ജാർ നമ്മൾ ഡെയിലി എന്നോളം യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ ഇങ്ങനെ പോവും, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇതിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മുട്ടത്തോടാണ്. ഇത് ഞാൻ നല്ല പോലെ ഒന്ന് കഴുകി ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി ഈ മുട്ടത്തോട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ ചെറിയ മിക്സി ജാറിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഫൈനായിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ മിക്സി ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ ബ്ലേഡിന്റെ മൂർച്ച കൂടും. അത് മാത്രമല്ല, നമ്മുടെ മിക്സി ജാർ ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ആവുകയും ചെയ്യും. നല്ല പോലെ ഒന്ന് ഫൈനായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ ബ്ലേഡിന്റെ മൂർച്ചയും കൂടും. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ലിക്വിഡും കൂടെ ഒഴിച്ചൊന്ന് ഇത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മിക്സി നല്ല പോലെ ഒന്ന് ക്ലീൻ ആയി കിട്ടും. ഈ ഒരു മുട്ടത്തോടിന്റെ പൊടി വെച്ചിട്ടുള്ളതാണ് നമ്മൾ അടുത്ത ടിപ്പ്. ഈ ഒരു പൊടി നമ്മൾ വെറുതെ കളയേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട്. അതിലൊരു യൂസാണ് ഇപ്പൊ ഞാൻ ഇവിടെ പറയണത്. മുട്ടത്തോടിന്റെ പൊടി ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പ്ലാന്റ്സിന് കെമിക്കൽ ഫ്രീ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ പോയിട്ട് പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് ഒരു ദിവസം ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം നല്ല പോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് പ്ലാന്റ്സിന് കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളം ഒഴിക്കാതെ നമ്മൾ ഈ മുട്ടത്തോടിന്റെ പൊടി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് ഈ പ്ലാന്റ്സിലെ സോയിലിലേക്ക് കൊണ്ടുപോയി ഇടാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ടിപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയണതാവും. എന്നാലും അറിയാത്തവർക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. ഇത് നമ്മൾ നെക്സ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം. ഇപ്പൊ നോമ്പ് തുടങ്ങുകയാണ്. ഈ നോമ്പിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ജ്യൂസ്, ലൈമൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒന്നങ്ങോട്ട് പൊടിച്ചു വെക്കാം. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ലൈമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ സമ്മറാണ്, നല്ല ചൂടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ നേരം ഇങ്ങനെ കിച്ചണിൽ കിടന്ന് പണിയെടുക്കാനൊന്നും നോമ്പിന് കഴിയൂല. അപ്പൊ ഇങ്ങനെയൊക്കെ പൊടിച്ചൊക്കെ വെക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജ്യൂസ് ഉണ്ടാക്കാനാണെങ്കിലും അതുപോലെ തന്നെ ലൈം ഉണ്ടാക്കാനൊക്കെ. ഞാനിത് നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് വേറെ എവിടേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുത്താൽ മതി. ഈ പൊടിച്ച ഷുഗർ വെച്ചിട്ട് നമുക്ക് ലൈം ഉണ്ടാക്കി നോക്കാം. നമ്മളിതാ ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലെമൺ പെട്ടെന്ന് പിഴിയാനുള്ള ഒരു ടിപ്പ് ഞാൻ ഇതിന് മുമ്പ് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ടിപ്പ് എന്താന്ന് വെച്ചാല്, ഇതിപ്പോ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ലെമൺ ആണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് സ്റ്റൗവിന്റെ അടുത്തൊന്ന് വെക്കാം. ഇവിടെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ പൊടിച്ച നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് ലെമൺ ഒന്ന് പിഴിഞ്ഞതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയാൽ നമ്മുടെ ലൈമ് സെറ്റായി. മറിച്ച് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ലൈമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ ഷുഗർ മിക്സിയിലൊന്ന് അരച്ചെടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ കലങ്ങോളം നമ്മളെ ഇളക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് ലൈം ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നോമ്പിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ടിപ്പാണ്. ഈ ഒരു സമ്മറിൽ എന്തായാലും എല്ലാവർക്കും ലൈമ് വേണ്ടി വരും. അപ്പം നമ്മൾ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. ഈ ടിപ്പിൽ നമുക്ക് നമ്മൾ കൂൾ ഡ്രിങ്ക്സ് എങ്ങനെ പെട്ടെന്ന് തണുപ്പിക്കാമെന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങുമ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളിവിടെ വീട്ടിലെത്തി കുടിക്കാൻ നോക്കുമ്പോഴേക്കും തണുപ്പൊക്കെ പറ്റി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് തണുപ്പിക്കാൻ നോക്കാം. ഇതിനു വേണ്ടി ഞാനിതാ ഇവിടെ ഒരു കിച്ചൺ ടവലാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു കിച്ചൺ ടവൽ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നനച്ച് പിഴിഞ്ഞെടുക്കണം. നല്ല പോലെ ഒന്ന് നനച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൂൾ ഡ്രിങ്ക് എടുക്കുക. ഏത് കൂൾ ഡ്രിങ്ക് ആണോ തണുപ്പിക്കേണ്ടത് ആ കൂൾ ഡ്രിങ്ക് എടുക്കുക. അത് പെപ്സി, 7up ആവട്ടെ, അതല്ലെങ്കിൽ ജ്യൂസോ എന്തോ ആവാം. ഞാനിപ്പോൾ ഇവിടെ മൗണ്ടൻ ഡ്യൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഒരു ടവൽ മുഴുവനായിട്ട് ഇതൊന്ന് കവർ ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഫ്രീസറിൽ വെക്കണം. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിലാണ് നിങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി. ഈ ഒരു നോമ്പിൻ്റെ സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണിത്. നമുക്ക് ഈ കൂൾ ഡ്രിങ്ക്സേ കുടിക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. ഇതിങ്ങനെ കവർ ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തണുപ്പാവും. ഒരു 10-12 മിനിറ്റിന് ശേഷം ഞാനിതാ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തു. ഈ ടവലൊക്കെ തന്നെ നല്ല പോലെ ഒന്ന് ഐസായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ കൂൾ ഡ്രിങ്കും നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് തണുപ്പായിട്ടുണ്ട് എന്ന്. നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കിയാലോ. ഈ ഹോർലിക്സ്, ബൂസ്റ്റ്, കോഫി പൗഡർ ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഓപ്പൺ ആക്കി കുറച്ചു കാലം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ട പിടിക്കണ കാണാം. അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ഞാൻ പറയാൻ പോണത്. അതിനു വേണ്ടി ഞാനിതാ ഇവിടെ ഒരു ചെറിയ കോട്ടന്റെ ഒരു ചെറിയ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കോട്ടന്റെ ക്ലോത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് കെട്ടുക. ഈ അരി പൊടിയിലേക്ക് വീണ് പോവാത്ത രീതിയിൽ വേണം കെട്ടാന്. എന്നിട്ട് നമ്മൾ ഈ കെട്ടി വെച്ച് നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടല്ലോ, ഇത് എന്ത് ചെയ്യുക, നമ്മൾ ഹോർലിക്സ് ആണോ ഏത് പൊടിയാണോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈ ഹോർലിക്സ് ആവട്ടെ, ബൂസ്റ്റ് ആവട്ടെ, കോഫി പൗഡർ ആവട്ടെ, ഏത് പൊടിയായാലും കട്ട പിടിക്കാതിരിക്കും. അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഐസ് ക്യൂബിന്റെ ട്രേയിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ. സാധാരണ നമ്മൾ ഒഴിക്കണ പോലെ സാധാ വെള്ളം എടുക്കാൻ നോർമൽ വാട്ടർ എടുക്കാൻ പാടില്ല. കുറച്ച് നല്ല ഒരു ഹോട്ട് വാട്ടർ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് നമ്മൾ ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ഐസ് ക്യൂബ്സ് ആയിട്ട് കിട്ടും. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കും ചെയ്യരുത്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.